dark. 'Cause once you let the light in, you won't see the beautiful stars shining down from afar. No, I ain't afraid of the dark. I don't mind the rain, bringing life back. We can breathe again. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ കടയിലേക്ക് ഒന്ന് പോകണം. വെരി എമർജൻസി ആയിട്ട് പോകേണ്ട ആവശ്യം വന്നു. കാരണം എൻ്റെ കണ്ണട അത് പൊട്ടി, ഒരു സൈഡിലത്തെ ഗ്ലാസ് അത് വിട്ടു പോന്നു. അതിൻ്റെ അടിക്കൂടെയുള്ള ഒരു വയറൊക്കെ വിട്ടു. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇല്ല കയ്യിൽ വയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ പോകണം. നമുക്ക് കണ്ണടയുടെ കടയിലേക്ക് പോകണം, അതൊന്ന് ശരിയാക്കാനായിട്ട്. ശരിയാക്കി കിട്ടുമെന്ന് അറിയില്ല. ശരിയാക്കി കിട്ടിയില്ലെങ്കിൽ പുതിയത് വാങ്ങേണ്ടി വരും. പുതിയത് വാങ്ങേണ്ടി വന്നാൽ എത്ര ദിവസം പിടിച്ചവർ ശരിയാക്കി തരും, ഇന്ന് തന്നെ കിട്ടുമോ പുതിയതെന്നൊന്നും അറിയില്ല. എൻ്റെ കണ്ണടയുടെ അവസ്ഥ കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇവിടുത്തെ ഗ്ലാസ് തീയപ്പം എൻ്റെ കയ്യിലിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ വിട്ടു പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് ഞാൻ ഇന്നത്തെ ദിവസം അങ്ങനെ തീർത്ത് അവിടുന്ന് സ്കൂളിൽ നിന്ന് പോന്നു. ഇനിയിപ്പോൾ പുതിയത് സെറ്റാക്കണം. അവർ പുതിയത് റെഡിയാക്കി തരാൻ ടൈം എടുക്കുമെങ്കിൽ ഇതൊന്ന് ശരിയാക്കി തൽക്കാലത്തേക്കൊന്ന് ശരിയാക്കി തരാൻ പറയണം. വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ ഇതും കൂടെ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ ഞാനും മനസ്സിലോർത്തായിരുന്നു നാട്ടിൽ ചെന്നിട്ട് കണ്ണ് ഡോക്ടറേക്ക് ഒന്ന് പോയി കണ്ട് എന്തായാലും കണ്ണടയൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം പ്ലാനുകളെല്ലാം ഒഴിഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റ് മൊമെൻറ്റിൽ. പാക്കിംഗ് ആണെങ്കിൽ തുടങ്ങിയിട്ടില്ല, പാക്കിംഗ് ചെയ്യണം. ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് പാക്കിംഗ് ചെയ്യണം. പിന്നെന്താ, നാട്ടിലേക്ക് പോകാനുള്ള ദിവസങ്ങളൊക്കെ അടുത്തു. ഞങ്ങളിങ്ങനെ പോകാനുള്ള ഒരു ത്രില്ലിലാണ്. അവരായാലും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നാട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് മെയ് 18-ന്. അപ്പോൾ അന്ന് കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ട് അനിയത്തി ഫാമിലിക്കൊക്കെ അന്ന് വരാൻ പറ്റില്ല. അവർക്ക് വേറെ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് മുന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 19-നാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷം വിചാരിച്ചേക്കുന്നത്. വലിയ ആഘോഷമൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ ഒരു ആഘോഷമൊക്കെ നടത്തണം. അമ്മയുടെ അടുത്ത് എത്തുന്നതാണല്ലോ. അപ്പോൾ അമ്മയുടെ അടുത്ത് വെച്ച് ഉച്ചയ്ക്ക് നമുക്ക് ഒന്ന് കൂടണം, ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. അമ്മയായാലും കാത്തിരിക്കുക, ഞങ്ങളായാലും അമ്മേനെ കാണാൻ കാത്തിരിക്കണം. റിലേറ്റീവ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു, ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നു അവരെ കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നീങ്ങുന്നു ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് പോയിട്ട് വരുന്ന വഴിക്ക് പറ്റിയ കടയിൽ കയറണം. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ച ടീഷർട്ട് ഉണ്ടല്ലോ, അഞ്ജുന് വാങ്ങിച്ച ഡെയിലി വെയർ ടീഷർട്ട്, അത് അഞ്ജുന് ഭയങ്കരമായിട്ട് ഇഷ്ടം. അഞ്ജു അതിന്ന് പറഞ്ഞെടുത്ത് ഇനാഗുറേഷൻ ചെയ്തു. അപ്പോൾ അഞ്ജുവിന് അത് ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല തുണിയാണ്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കിട്ടണമെങ്കിൽ ഒന്നും കൂടെ കിട്ടണമെങ്കിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയെന്ന് നോക്കി കിട്ടണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ ഒന്ന് കയറണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങണം. നല്ല സൂപ്പർ വെയിലാണ് പുറത്ത്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികം വെയിലാണ് കേട്ടോ. വെയിലും ചൂടും. ഞങ്ങൾക്ക് നല്ല സമ്മർ സീസണായി ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഇങ്ങനത്തെ ഒരു സമയത്ത് പോകുന്നത്. ഈ ചൂടും താങ്ങി നമുക്ക് നിൽക്കാൻ പറ്റില്ല. AC ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. AC-യുടെ ഒന്നും അത്രയും കൂളിംഗ് ഒന്നും നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല, അത്രയും ചൂടാണ് ഇപ്പം. അങ്ങനെ ഞാൻ കണ്ണട നന്നാക്കാനുള്ള ഷോപ്പിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ കണ്ണട കൊടുത്തപ്പോൾ അവർ അത് 5-10 മിനിറ്റ് കൊണ്ട് ഇപ്പം തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവർ കണ്ണട റിപ്പയർ ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും അവർ പറഞ്ഞു അതിൻ്റെ കോർണറിൽ ഗ്ലാസ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ പുതിയ ഒരെണ്ണം എക്സ്ട്രാ കയ്യിൽ വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ കണ്ണിൻ്റെ ചെക്കപ്പൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിവിടെ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാട്ടോ അവിടുത്തെ കണ്ണ് ഡോക്ടർ. അപ്പോൾ ആളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ണിൻ്റെ പവർ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ കണ്ണടയ്ക്കുള്ള ഓർഡർ കാര്യങ്ങളെല്ലാം കൊടുത്ത് പഴയ കണ്ണടൻ്റെ ശരിയാക്കി തന്നു. അപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങളിത് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം വാങ്ങിപ്പിച്ച് ഒക്കെ തന്നായിരുന്നു. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു കടയാണത്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനത്തെ ഒരു പ്രത്യേക കെയറൊക്കെ തന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്.
അങ്ങനെ കണ്ണ് ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലാസ്റ്റിൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് ബുക്ക് തരുന്നുണ്ട്, പേപ്പറും ബുക്കൊക്കെ. അപ്പോൾ അതൊക്കെ റീഡ് ചെയ്യലൊക്കെ കഴിഞ്ഞ് എണീറ്റ് എല്ലാം ഓക്കെ ആയെന്ന് കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് കേട്ടോ. പിന്നെ കണ്ണിടയ്ക്കുള്ള ഫ്രെയിം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി കൊടുത്ത് അവസാനം ഞങ്ങളിതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവർ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പുതിയ കണ്ണട തരാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം അങ്ങനെ എൻ്റെ കണ്ണട ശരിയാക്കി കിട്ടിയിട്ടോ. പിന്നെ പുതിയതിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നാളെ കിട്ടുള്ളൂ. നാളെ വീണ്ടും ഈവനിങ്ങിൽ വന്ന് കണ്ണട വാങ്ങിക്കാനായിട്ട് വരണം. അപ്പം അങ്ങനെ കണ്ണടയുടെ കാര്യം കുറച്ച് സമാധാനമായി, കാരണം പഴയത് അവർ നന്നാക്കി തന്നപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസമായി. പക്ഷെ അതിൻ്റെ ഗ്ലാസിൻ്റെ കോർണറിൽ പൊട്ടി വെക്കുന്നതുകൊണ്ട് എക്സ്ട്രാ എന്തായാലും ഒരെണ്ണം കയ്യിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയത് വേണം. ഇനി നമുക്ക് ഈ ഉടനെ നാട്ടിൽ ചെന്ന് കണ്ണടയുടെ ആവശ്യത്തിന് അങ്ങോട്ടും കൂടെ ഓടാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ നല്ല ബിസിയാണ്. അപ്പോൾ അതെന്നെ കൊണ്ട് ഇവിടെ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ച് ഓർഡർ കൊടുത്തു പോന്നു. ഇനി ഞങ്ങൾ അഞ്ജുവിനുള്ള ടീഷർട്ട് നോക്കാനായിട്ട് പോകണം ഒന്നും കൂടെ. അഞ്ജുവിന് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇനി അങ്ങനത്തെ സെയിം ഉണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് മാത്രം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വിമാട്ടിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വേണം നമുക്ക് പോകാൻ. സൂപ്പർ വെയിലാട്ടോ, സൂപ്പർ വെയിൽ. അപ്പോൾ അങ്ങനെ അഞ്ജുവിനുള്ള ടീഷർട്ട് കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മളിതേ കടയിൽ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ്. ഈ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് നന്നായി കഴിക്കേണ്ട ടൈമാണ്. അപ്പോൾ ഓറഞ്ച്, മാങ്ങ, പിന്നെ വാട്ടർ മെലൺ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഇവിടെ ഓറഞ്ച് കണ്ടു. ഇന്ന് ഓറഞ്ച് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കാം. ഇന്നലെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വീട്ടിൽ വന്ന് ഒത്തിരി ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുതിയ കണ്ണട കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുതിയ കണ്ണട അവർ റെഡിയാക്കി തന്നു. പ്രോഗ്രസീവ് ഗ്ലാസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതെനിക്ക് നല്ല കംഫർട്ടബിൾ ആയത്, കുഴപ്പമില്ല. പിന്നെ മറ്റേ ഗ്ലാസ് ആയാലും അവർ റെഡിയാക്കിയൊക്കെ തന്നതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഇവിടെ നിങ്ങൾ ആകെ ഒരു വിസ്മയം കാണുന്നില്ലേ. അപ്പോൾ ഒത്തിരി ജോലികളുണ്ട്. പിന്നെ ഇന്നലെ വാങ്ങിയത് നിങ്ങളെ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ ചെയ്ത ഷോപ്പിംഗ് ഞാനിനി ഇതെല്ലാം മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു എന്ന് മാത്രം. ഇതിന് ഞാൻ ഓപ്പൺ ചെയ്യില്ല, കാരണം എനിക്കിപ്പോൾ പാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഇതാ അടുത്ത ടീഷർട്ട്. പിന്നെ ഇത് അടുത്തത്. ഇത് നല്ല കംഫർട്ടബിൾ തുണി, നല്ല കോട്ടൺ തുണി നമുക്ക് കിട്ടുന്ന ഒരു സമയമാണിത്. കാരണം ഞങ്ങൾക്കൂടെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പം. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ജലിക്ക് രണ്ടെണ്ണം ആദ്യം വാങ്ങിച്ചു കൊടുത്തപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വാങ്ങിക്കാൻ പറഞ്ഞത്. ഇത് നാലാമത്തെ. അങ്ങനെ 4 ടീഷർട്ട് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് 300 റുപ്പീസിന് അതും ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം അതും ഓഫറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ചീപ്പായിട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് 300 റുപ്പീസിന് എങ്ങനെ 2 എണ്ണം കിട്ടാമെന്ന് പറഞ്ഞാൽ വീട്ടിലിടാനായാലും ജസ്റ്റ് ക്യാഷ്വൽ വെയറിനൊക്കെ ഇത് മതി. ഇത് കണ്ടപ്പോൾ തന്നെ അഞ്ജലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം വേണം, എയർപോർട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, യാത്രയ്ക്കൊക്കെ എനിക്കിത് ഇടാലോ എന്നും പറഞ്ഞു. ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് വേണമെന്നും പറഞ്ഞു. അങ്ങനെ അതായത് ഇങ്ങനെ 3-4 എണ്ണം അത് വാങ്ങിയിട്ടുണ്ട് അഞ്ജുന്. പിന്നെ 2 പ്ലാസോ പാൻറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പ്ലാസോ പാൻറ്റ് അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ് ഇനി പാക്കിങ്ങിനായിട്ട്. ഇതാണ് അടുത്ത പ്ലാസോ പാൻറ്റ്. അഞ്ജുന് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷോപ്പിങ്ങും ചെറുതായിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഇത് അഞ്ജുന് ഒരു ക്യാപ്രി വാങ്ങിച്ചേക്കുന്നതാണ്. 3/4 പാൻറ്റ്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അത് കണ്ടപ്പോൾ പിന്നെ ചേട്ടൻ വന്നത് അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കുക വീട്ടിലിടെ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ
ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വഴിയെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അങ്ങനെ പോകുന്ന സമയത്തൊക്കെ ആവശ്യം വന്നാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്തിരിക്കുന്നതാണ്. ഇത് ചെറിയൊരു പാൻറ്. അഞ്ചിനും ഇങ്ങനത്തെ പാൻറ്റുകൾ ഇടാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഒരെണ്ണം വാങ്ങി. വെള്ളത്തിലൊക്കെ ഇറങ്ങലും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അഞ്ചിന് ഇന്നലെ ചെയ്ത ഷോപ്പിംഗ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റായിട്ട് പറ്റുന്ന പോലെ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പാക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ട പെട്ടി ഇതാ ഓരോന്നായിട്ട് എടുത്ത് ഓൾറെഡി ഒന്ന് പൊടിയൊക്കെ തട്ടിയൊക്കെ വെച്ചേക്കാം. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തുടച്ച് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തുണി ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാം. ഞാനിവിടെ എന്താ പറയുക എടുത്ത് അട്ടിയായിട്ടൊക്കെ വെച്ച് തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിലേക്ക് പെട്ടിയിലേക്കൊക്കെ ഒന്ന് വേഗത്തിൽ പറക്കി വെച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാലും നാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ്. വളരെ സന്തോഷത്തോടു കൂടി മനസ്സ് നിറച്ച് സന്തോഷത്തോടു കൂടി ചെയ്യണം. നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ അത്രയും സന്തോഷം കാണാറില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ നാട്ടിലേക്ക് പോവുക, നമ്മുടെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, അതും ഒരു വർഷം കഴിഞ്ഞ് വലിയൊരു കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ പോണത്. അപ്പോൾ ശരിക്കും മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്ന ആ ഒരു സമയമാണത്. പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പെട്ടി ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് അടക്കി വെക്കണം. ഏറ്റവും താഴെ തന്നെ ഞാൻ വയ്ക്കുന്നത് എൻ്റെ സാരിയാണ്. സാരി നിങ്ങൾ കണ്ടതല്ലോ, സാരി വീഡിയോ. ഇതാണ് എനിക്ക് കല്യാണത്തിന് ഉടുത്തുകൊണ്ടുണ്ട് സാരി. അപ്പോൾ അതിൽ ഞാനിങ്ങനെ വിരിച്ചിടണം, കാരണം നമുക്ക് സ്പേസ് കിട്ടാനായിട്ട്. സ്പേസ് മാത്രമല്ല, നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 15 കിലോയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പേസ് നമ്മൾ ഉണ്ടാക്കി ഒത്തിരി വെക്കാൻ നോക്കിയാലും നടക്കുന്നില്ല. 15 കിലോ മാത്രം. സാരി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ ഐറ്റംസ് ഒക്കെയാണ് വെക്കേണ്ടത്. ഞങ്ങൾക്ക് നാട്ടിൽ ചെന്നിട്ട് പ്രാവശ്യം ടൂറുണ്ട്. ഞങ്ങളുടെ ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തു വെക്കട്ടെ. ഇതിനകത്ത് നമ്മൾ ചില ചുരിദാറൊക്കെ നിങ്ങൾ ഓർക്കണ്ടാവും, ഇതൊക്കെ കണ്ടില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വാങ്ങിച്ചതാ കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. അതൊന്നും പിന്നെ ആ സമയത്ത് വീഡിയോ എടുത്തില്ല, അതുകൊണ്ടാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും നിങ്ങൾക്ക് പരിചയം. അപ്പം എൻ്റെ ഒരുവിധം ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞു. ഇനി വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ വെക്കണം. അതൊക്കെ ഇവിടെ സോഫയും എല്ലാം അങ്ങനെ ഇട്ടേക്കാണ്. അപ്പം ഞാൻ അതും കൂടി എടുത്ത് വെക്കട്ടെ. വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊന്നും തയ്ച്ചിട്ടില്ല, പ്രോപ്പർലി ഫോൾഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു പെട്ടി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ പെട്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അഞ്ജുവിൻ്റെ ഡ്രസ്സുകളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അഞ്ജുവിൻ്റെ ഡ്രസ്സുകളൊക്കെ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെക്കാൻ പോകും. അതിന് മുൻപായിട്ട് ഈ പെട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം. ഓൾറെഡി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ, എന്നാലും ഒന്നും കൂടെ തുടയ്ക്കാനുണ്ട്. നമ്മൾ വിരിച്ച് വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്പേസ് കിട്ടും. പക്ഷേ വിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയുടെ ഹാൻഡിൽ പിടിച്ചിങ്ങനെ പൊക്കുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സ്പേസ് കിട്ടാൻ നല്ലത് നമ്മൾ വിരിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം നിവർത്തണില്ല. ഈ ചുരിദാർ ഞാൻ ഒരിക്കൽ അഞ്ജുവിന് വേണ്ടി വാങ്ങിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല കോട്ടൺ തുണിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ സെയിം തന്നെ. പറഞ്ഞ അഞ്ജുവിന് സെയിം ഒരു ചേഞ്ചും ഇല്ല.
സെയിം അഞ്ജുവിനും വാങ്ങിച്ചു, എനിക്ക് വാങ്ങിച്ചു. മമ്മിയും ഡോക്ടറും കൂടെ ഒരുമിച്ച് സെയിം ഡ്രസ്സ് ഇട്ട് പോകണം, എന്നെങ്കിലും നമുക്ക് അങ്ങനെ ഇടണമെന്നും പറഞ്ഞ് അഞ്ജുവിനൊരാഗ്രഹം. ഞാൻ പറഞ്ഞെന്നാൽ ഇത് വാങ്ങിക്കുക, നമുക്ക് എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇതേപോലെ ഒരുമിച്ചിട്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഇതിൻ്റെ സെയിം ഞാനും വാങ്ങിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അഞ്ജുവിന് ഓൺലൈനിൽ വാങ്ങിച്ച ഒരു ഫ്രോക്കാണ് കേട്ടോ. അഞ്ജുവിന് വാങ്ങിച്ചിട്ടുണ്ട് ഓൺലൈനിലൊക്കെ ചില ഡ്രസ്സ്, അതിൻ്റെ ഒന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഇതങ്ങനെ വാങ്ങിച്ചേക്കെന്താ, ഇത് അഞ്ജുവിന് ഇഷ്ടമാണ്. അഞ്ജു ഓൾറെഡി ഇട്ടായിരുന്നു ഇവിടെ, പള്ളിയിലേക്ക് ഒരു ദിവസം ഇട്ടു. അപ്പോൾ അത് അഞ്ജുവിന് ഇഷ്ടപ്പെട്ട് വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഓരോ ഡ്രസ്സുകൾ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റില്ലേ മേത്തുനിന്ന്, പിന്നെ അത് മതി എല്ലാ അവിടേക്ക് പോകുമ്പോഴും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇതെന്തായാലും ഇഷ്ടപ്പെട്ടതുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചത്. ഇത് അഞ്ജു ഡാൻസ് കളിച്ചപ്പോൾ ഇട്ടായിരുന്ന ഫ്രോക്കാണ്. നിങ്ങൾ ഓർക്കണുണ്ടാവും, അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് ഡാൻസ് കളിച്ചപ്പെട്ട ഫ്രോക്കാണ്. ഇതും ഓൺലൈനിൽ വാങ്ങിച്ചത്. നല്ല കോട്ടൺ തുണി. നമുക്കങ്ങനെ അപൂർവമായിട്ടൊക്കെയാണ് ഓൺലൈനിലൊക്കെ എപ്പോഴും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സെയിം മെറ്റീരിയൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ കിട്ടും നല്ലത്. അപ്പോൾ അങ്ങനെ അഞ്ജുവിൻ്റെ പെട്ടി ഒരുവിധം പാക്ക് ചെയ്തു. നമ്മളിനി ചേട്ടൻ്റെ പെട്ടി പാക്ക് ചെയ്യാൻ പോകും. ചേട്ടൻ്റെ പെട്ടിയും ഇതേപോലെ തന്നെ ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാലും ഒന്നുകൂടി ഇന്ന് കുഴികളെടുത്ത് വെക്കുന്നതിന് മുമ്പ് ജസ്റ്റ് തുടയ്ക്കുന്നതാണ്. ചേട്ടൻ ഇതിനകത്ത് ചേട്ടനുള്ളതും വെച്ചിട്ടുണ്ട്, പിന്നെ റിലേറ്റീവ്സിന് കൊടുക്കാനുള്ളതും എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടാൻ വെച്ചിരിക്കുന്നത്. ഞാനതെല്ലാം സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ പാക്കിങ് ഒരുവിധമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നന്നായിട്ട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനിനി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ റിലേറ്റീവ്സിനൊക്കെ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസും കൊണ്ടുപോകാനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് വരാൻ പോകണം. അതിനി 3 പെട്ടികളിലേക്കായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കണം. ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കവറിലാക്കി വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആക്കി. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ, ഇനിയിപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കും. ഇതൊക്കെ അങ്ങനെ കവറിലിട്ട് ഓരോരുത്തർക്കുള്ളത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് അടുത്ത ആളുടെ പാക്കറ്റ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കവറിലാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ട ചുരിദാറുകളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി കവർ ചെയ്ത് വെക്കാനുള്ള. ഇനി ഇത് മൊത്തം നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസുകളാണ്, കുട്ടിപ്പട്ടാളങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഐറ്റംസാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ നമുക്ക് കടയിൽ നിന്ന് തന്നെ അവരിങ്ങനെ ഈ രീതിയിൽ പാക്ക് ചെയ്തുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് പോലെ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ പേരൊക്കെ ഇതും എഴുതി നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന മാതിരി അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ, അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങി ഇങ്ങനെ കൊണ്ടുപോകണതിൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മളവിടെ ചെന്നത് അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല. അതേപോലത്തെ ഒരു സന്തോഷം അവരുടെ മുഖത്ത്, നമുക്കത് മാത്രം മതി, അത് കാണാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഒരെണ്ണം നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കടയിൽ നിന്നുള്ള പോലത്തെ പാക്കിംഗ് അല്ല. കടയിൽ നിന്നൊക്കെ അവർ പാക്ക് ചെയ്തത് ഇപ്പോൾ റിബണൊക്കെ വെച്ച് അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ വീട്ടിൽ പാക്ക് ചെയ്തതാണ്. ചേട്ടൻ്റെ പെട്ടി തൽക്കാലം പടയ്ക്കാണ്, കാരണം ഇനി ഇതിനകത്ത് ഓവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി എൻ്റെയും അഞ്ജുവിൻ്റെയൊക്കെ പെട്ടിയിലേക്ക് എടുത്ത് വയ്ക്കാൻ പോകും ബാക്കിയുള്ള ഐറ്റംസ്.
ഇത് ജസ്റ്റ് ഇങ്ങനെ കളറിങ് ബുക്സും സ്റ്റോറി ബുക്സും ഒക്കെയാണ്. അപ്പോൾ തൽക്കാലം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തോർത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പെട്ടിയിൽ പാക്ക് ചെയ്യാൻ വലിയ പ്ലാൻ ഇല്ല. ഇത് ഹാൻഡ് ബാഗിലാണ് വയ്ക്കുക. കാരണം നമുക്ക് എയർപോർട്ടിൽ ബാംഗ്ലൂർ ചെന്നിട്ട് 5 മണിക്കൂർ ഇരിക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് അയോധ്യയിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. ഇപ്പം 3 മണിക്കൂർ മുമ്പ് എത്തണമെന്നാണ് പുതിയ റൂൾ വെച്ച്. 12 മണിക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ പുറപ്പെടണം. ഇവിടുന്ന് അയോധ്യയിലേക്ക് ആകെ ഒരു 1 hour 1.5 hour ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ ചെന്ന് നമുക്ക് 3 മണിക്കൂറിന് മുമ്പ് എത്തണല്ലോ. അപ്പോൾ രാവിലെ തന്നെ പുറപ്പെടണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തോർത്തുകൊണ്ടിൻ്റെയൊക്കെ ആവശ്യം വന്ന ഫേസ് വാഷ് ചെയ്യുകയും തുടക്കി പിടിക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് വേണ്ടി വരും. അപ്പോൾ 2 തോർത്തുകൊണ്ട് ജസ്റ്റ് ഹാൻഡ് ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റിങ് കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോയേ പറ്റും. അപ്പോൾ എൻ്റെ തോളിൽ ലാപ്ടോപ്പ് മാത്രമായിരിക്കും. ഇവരുടെ 2 പേരുടെയും ബാഗിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ 4 ഇനിയുണ്ട് കേട്ടോ. പോകുന്നവരെ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടാവും. നമുക്ക് നമ്മുടെ സാൻഡിൽ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും കൊച്ചു പാക്കിങ്ങൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഇതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എങ്കിലേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നമ്മുടെ ഫ്രണ്ട്സ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമൻറ്റ് ഇടുമ്പോഴൊക്കെ അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ എനിക്ക് പിന്നെ വീഡിയോസ് ഇടാൻ തോന്നും. നിങ്ങൾ ഒത്തിരി പേരുടെ ലൈക്ക് കാണുമ്പോൾ ഒത്തിരി പേരുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി പിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.